നമസ്കാരമുണ്ട്. പാകിസ്ഥാനിൽ നിന്നൊരു വലിയൊരു മാവ് ഉണ്ടോ എന്ന് പറഞ്ഞ് കേട്ടറിഞ്ഞിട്ട് വന്നതാണല്ലേ? അതെ അതെ, സത്യമാണ്. ഞാൻ ദുബൈയിലായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാമ്പഴത്തിൻ്റെ മാവിൻ്റെ അരി കൊണ്ടുവന്ന് ഇവിടെ നട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് കിളിച്ച് നല്ല രീതിയിൽ വന്നു. പക്ഷേ അതിൻ്റെ മാമ്പഴം എനിക്ക് അത്രയ്ക്ക് രുചിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് കുമാർ നഴ്സറിയിലെ ഈ സുഹൃത്തിനെ വിളിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങ് തുടങ്ങുവാണ്. കുറേ സയണുകളൊക്കെ കിളിപ്പിച്ച് തരാമെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് പുള്ളിക്ക് കൊടുത്തേക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മാങ്ങ പാകിസ്ഥാൻ മാങ്ങയാണ്. അതെ അതെ അതെ, ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങയാണ് പാകിസ്ഥാൻ മാമ്പഴം എന്ന് പറയപ്പെടുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കഴിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇപ്പോഴും ഞാനത് ആക്ച്വലി അവിടെ കഴിച്ചപ്പോൾ നല്ലതായിരുന്നു. അവിടുത്തെ മണ്ണിൽ ഞാനത് ആക്ച്വലി ദുബൈയിലായിരുന്നു. ഞാൻ ദുബൈയിൽ നിന്ന് ഫുജറ എന്നൊരു സ്ഥലത്തു നിന്നാണ്. കോഫക്കാനെടുത്ത് വണ്ടി അവിടെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ അവിടെ ആയിരുന്നു ഞാൻ താമസം. ഞാൻ എമിറേറ്റ്സ് നാച്ചുറൽ ഡ്രിങ്കിങ് വാട്ടർ ഫാക്ടറിയിലെ ഒരു മാനേജറാണ്. ഓക്കെ, അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാങ്ങയായിരുന്നു ഇത്. പക്ഷേ അതിൻ്റെ അരി കൊണ്ടുവന്ന് ഇവിടെ കിളിപ്പിച്ചപ്പം അതെനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മധുരവും ഇല്ല, പക്ഷേ അരി വളരെ വലുതും മാംസം വളരെ കുറവുമാണ്. അതാണ് സംഭവിച്ചത്. അതെ അതെ അതെ, അത് പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ വീട്ടിലും ഇതേപോലെ ഉണ്ടായിരുന്നു. അച്ചാച്ചനാണെങ്കിൽ 10-40 കൊല്ലം ഒരു മാവ് മാങ്ങാണ്ടിയിട്ട് വലിയ മാങ്ങ എപ്പോഴും പറയും അച്ചാച്ചന് 40 കൊല്ലം ആ മാവിനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ട് അവസാനം 40 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇത്രയേ ഉള്ളൊരു ചെറിയൊരു മാങ്ങ കിട്ടി. അടുത്ത ദിവസം അച്ചാച്ചൻ അത് വെട്ടിക്കളയേണ്ടി വന്നു. അന്നേരം നമുക്ക് മാങ്ങാണ്ടിയിട്ട് മുളപ്പിക്കുന്നതിന് നമുക്ക് അധികം വിശ്വസിക്കാൻ പറ്റില്ല. ഇതാണ് എൻ്റെ ഒരു എൻ്റെ അനുഭവം കൂടിയാണ് എണ്ണ. ഓക്കെ, അന്നേരം നമുക്കിപ്പോൾ തൽക്കാലം ചെയ്യാൻ വേണ്ടി ഇതിനകത്തൊരു 6 വെറൈറ്റി നമ്മളെ സയോൺ, നമ്മളെ നേഴ്സറിയിലെ പ്ലാന്റുകളുടെ സയോൺ നമ്മൾ കൊണ്ടുവന്ന് ഇതേപോലെ നമ്മളിതിനകത്ത് ചെയ്യാൻ വേണ്ടി പോവാം. ചെയ്യട്ടെ. ചേട്ടൻ്റെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് പവൻകുമാർ. ഓക്കെ ഓക്കെ, എൻ്റെ പേര് ജിതേഷ് കുമാർ. ഓക്കെ, കാണാം. അമ്മ നമസ്കാരം, പേരെന്തുവാ? സുമതി. എവിടെ സ്ഥലം കറക്റ്റ്? തട്ടാറുവാണത്തല്ലേ? നമ്മൾ എത്ര കൊല്ലം പഴക്കമുള്ള മാവാമ്മ അത്? ഈ മാവ് 15 കൊല്ലത്തിൽ കൂടുതലായി. 15 കൊല്ലത്തിന് മേളിലായല്ലേ? ആര് വെച്ചതാ? ഒഴിച്ചു വെച്ചതാ. 2 മരമായിരുന്നു അത്? 2 മരമായിരുന്നു. പക്ഷെ അത് ഇപ്പം കാലക്രമം വളർന്നു വന്നപ്പോൾ അത് ഇല്ല, ഞാൻ ചേർന്ന് കൊണ്ട് വെച്ചതല്ലേ. ഞാൻ എന്ന് പറയാം, അന്നേരം പറഞ്ഞ അമ്മ 2 ദിവസം കൂടെ ഒരുമിച്ച് വളരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 2 മരവും കൂടെ വളർന്നു വന്നപ്പം അതിൻ്റെ ചെവിട് ഭാഗം ഒന്നായി പോയല്ലേ? അതിനകത്ത് ഒരെണ്ണം കായ്ക്കുന്നില്ല. എന്നാ എന്നും എല്ലാ മാസവും ഇത് പൂക്കുമായിരുന്നു. കായാവത്തില്ല. നണിയും പിടിക്കത്തില്ല. എന്തായാലും നമുക്കൊരു കുറച്ച് വെറൈറ്റി ഒന്ന് വെച്ച് നോക്കട്ടെ. എന്തായാലും നോക്കാം. കളയാൻ പറ്റത്തില്ലല്ലോ, വീടിന് മുറ്റത്തല്ലേ അല്ലേ? നമ്മളത് തടി അങ്ങ് മുറിച്ച് മാറ്റണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഇപ്പം തൽക്കാലം ഉടനെ മുറിച്ചില്ലെന്നേ ഉള്ളു. എന്തായാലും കാര്യമായി മുറിച്ച് മാറ്റാനായിട്ട് ഇരുന്നതാണ്. അന്നേരം ഇനി ഇപ്പോൾ ഇത്തിരി വിറവ് കിടക്കും. ഇനി വിറവൊക്കെ ഒരുവിധം ആവുമ്പോഴത്തേക്ക് നമുക്ക് അത് മുറുക്കുകാരെ കൊണ്ട് ഒരു ഉണ്ട് മതിയല്ലോ, അത് മുറിച്ച് മാറ്റാമെന്ന് വിചാരിച്ചിരുന്നതാണ്. നമുക്ക് അങ്ങനെ ചെയ്യട്ടെ ഞങ്ങള്. ഓക്കെ, അപ്പോൾ ഏതാണ്ടാ കേട്ടില്ല. അല്ല, അതിന് ചെയ്യാനൊരു പണിയില്ല. എല്ലാ പണി നോക്കി അവസാനം നമ്മള് തീരുമാനം വെട്ടി കളയാൻ വേണ്ടി നിർത്തിയിരുന്നത്. പകുതി വെച്ച് വെട്ടി നിർത്തിയിരുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് ചെയ്യട്ടെ ഞങ്ങള്. ഓക്കെ ഓക്കെ ഓക്കെ. വർഷമായി ഇത് മേടിച്ചു വെച്ചിട്ട് ഇതുവരെ കായ്ച്ചിട്ടേ ഇല്ല. ഇതുവരെ കായ്ച്ചിട്ടില്ല. നമുക്കൊന്ന് കായ്പിച്ചാലാ? ശ്രമിച്ചു നോക്കട്ടെ. ഓക്കെ ഓക്കെ. സാറേ നമസ്കാരം. ഞങ്ങളിപ്പോ എവിടെ വന്നേന്ന് പറഞ്ഞുതരുമോ? ചവറ കൃഷ്ണനയുടെ വടക്കേശത്ത് എൻ്റെ വീട്ടിലാ? ഹോസ്പിറ്റലുണ്ടോ? ഹോസ്പിറ്റലുണ്ട് മക്കളുടെ. ഏത് ഹോസ്പിറ്റലാ? സൺകെയർ ഹോസ്പിറ്റൽ അല്ലേ? അതെ അതെ അതെ. അടിപൊളി അടിപൊളി അടിപൊളി. അന്നേരം സൺകെയർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ വീട്ടിലാണ് വന്നേക്കുന്നത് അല്ലേ? ഓക്കെ, അന്നേരം നമുക്ക് ആ മാവ് ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് സർജറി ചെയ്ത് നോക്കട്ടെ, കിട്ടിക്കോ നോക്കട്ടെ. അടിപൊളിയല്ലേ? ഓക്കെ, നമസ്കാരം. നമ്മളിപ്പോ എവിടാ നിൽക്കുന്നത്? നമ്മള് ചവറ കൃഷ്ണനാരായണ വടക്കുവശം ആണോ? അന്നേരം ഇവിടെ ഇപ്പം വന്നേക്കുന്നത് പറഞ്ഞാൽ 4 ഡോക്ടർമാരുള്ളൊരു വീടാന്ന് പറയുന്നത് അല്ലേ? അന്നേരം വന്നപ്പോഴത്തേക്ക് ഡോക്ടർമാരുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞു അത് ഇന്ന വീടാന്ന് പറഞ്ഞ്. ഇതിപ്പം കറക്റ്റ് നിൽക്കുന്ന ലൊക്കേഷൻ അതായത് ചവറ ജംഗ്ഷനിൽ നിന്ന് കൃഷ്ണനടയിലോട്ട് വരുന്ന വഴിയുടെ വടക്കുവശത്തായി. അടിപൊളി അടിപൊളിയാണ്. ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് എത്ര കൊല്ലം പഴക്കമുള്ളൊരു മരമാണ് അത്? 15 കൊല്ലം പഴക്കമുണ്ട്. 15 കൊല്ലം പഴക്കമുണ്ടല്ലേ? 15 കൊല്ലം പഴക്കം. ഇതുവരെ കായ്ച്ചിട്ടില്ല. മേടിച്ച് വെച്ച മാവാണോ? നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ച മാവാണ്. ഇതുവരെ കായ്ച്ചിട്ടില്ല. 1-2 പിടിക്കുകയാണെങ്കിൽ അത് പുഴുവായിരിക്കും അല്ലേ? അന്നേരം നമുക്കിത് കട്ട് ചെയ്തിട്ട് കുറച്ച് വെറൈറ്റി അങ്ങ് വെച്ചാലാ? അടിപൊളിയല്ലേ? സൂപ്പർ. അന്നേരം നമ്മൾ തുടങ്ങിയാലാ?
അണ്ണാ ഇതിപ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഇത് താഹാമുക്കിൽ. താഹാമുക്ക്, നമ്മളെ കൊല്ലം. കൊല്ലം താഹാം. കൊല്ലം താഹാമുക്കിൽ. ഇപ്പോൾ ഇവിടെ എന്തോ പരിപാടിയാണ്? ഇത് മാവ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആ വിളിച്ചതാണ്. ആണല്ലേ? പേരെന്തായിരുന്നു? എൻ്റെ പേര് രാജേന്ദ്ര ബാബു. എവിടെ ചെയ്യുന്നു? ഞാൻ വെൽഡിംഗ് വർക്ക് ചെയ്യുന്നു. വെൽഡിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നത്. അന്നേരം നമുക്കിത് മരം താണ്ട് ഇതാണ്. അതിനകത്ത് നമുക്ക് ഒരു 2 മരം അതല്ലേ? 2 മരം ഒന്നായിട്ട് നിൽക്കുക. അതാണ് അതോ കുഞ്ഞുനാളി വെച്ചതാ? രണ്ട് കെട്ട് വെച്ചതാണ്. അത് കുറഞ്ഞ് വളർന്നു വന്നതിനനുസരിച്ച് അതങ്ങ് ഒന്നായി പോയി. അവരൊക്കെ ഒന്നിച്ചേ ജീവിക്കാൻ പറ്റും. എന്നിട്ടും കായ്ക്കുന്നില്ല. ആ അന്നേരം കുരുത്തം കെട്ടാനാ. നമുക്കൊരു സൈഡ് അങ്ങ് കായ്പ്പിക്കാൻ ശ്രമിച്ചോട്ടെ. ഓക്കെ, നോക്കാം. നമസ്കാരം. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ചവറ കൃഷ്ണനാരായണ വടക്കുവശം ആണോ? അന്നേരം ഇവിടെ ഇപ്പം വന്നേക്കുന്നത് പറഞ്ഞാൽ 4 ഡോക്ടർമാരുള്ളൊരു വീടാണെന്നാണ് പറയുന്നത് അല്ലേ? അന്നേരം വന്നപ്പോഴത്തേക്ക് ഡോക്ടർമാരുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞു തന്നു ഇന്ന വീടാന്ന് പറഞ്ഞ്. ഇതിപ്പം കറക്റ്റ് നിൽക്കുന്ന ലൊക്കേഷൻ അതായത് ചവറ ജംഗ്ഷനിൽ നിന്ന് കൃഷ്ണനടയിലോട്ട് വരുന്ന വഴിയുടെ വടക്കുവശത്തായിരുന്നു. ആ അടിപൊളിയാണ്. ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന പറഞ്ഞാൽ എത്ര കൊല്ലം പഴക്കമുള്ളൊരു മരമാണ് ഇത്? ഒരു 15 കൊല്ലം പഴക്കമുണ്ട്. 15 കൊല്ലം പഴക്കമുണ്ടല്ലേ? 15 കൊല്ലം പഴക്കം. ഇതുവരെ കായ്ച്ചിട്ടില്ല. മേടിച്ച് വെച്ച മാവാണോ? നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ച മാവ്. നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ച മാവാണ്. ഇതുവരെ കായ്ച്ചിട്ടില്ല. 1-2 പിടിക്കുകയാണെങ്കിൽ അത് പുഴുവായിരിക്കും അല്ലേ? അന്നേരം നമുക്കിത് കട്ട് ചെയ്തിട്ട് കുറച്ച് വെറൈറ്റി വെച്ചാലാ? അടിപൊളിയല്ലേ? സൂപ്പർ. അന്നേരം നമ്മൾ തുടങ്ങിയാലാ? സാറേ നമസ്കാരം. നമസ്കാരം. ഞങ്ങളിപ്പോൾ എവിടെ വന്നതെന്ന് പറഞ്ഞു തരുമോ? ചവറ കൃഷ്ണനയുടെ വടക്കേസ്ത് എൻ്റെ വീട്ടിലാണ്. വീട്ടിലാ? ഹോസ്പിറ്റലുണ്ടോ? ഹോസ്പിറ്റലുണ്ട് മക്കളുടെ. ആ ഏത് ഹോസ്പിറ്റലാ? സൺ കെയർ ഹോസ്പിറ്റലല്ലേ? അതെ. അടിപൊളി. അന്നേരം സൺ കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ വീട്ടിലാണ് വന്നേക്കുന്നത് അല്ലേ? അതെ. ഓക്കെ. അന്നേരം നമുക്ക് ആ മാവ് ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് സർജറി ചെയ്ത് നോക്കട്ടെ, കിട്ടിക്കോ നോക്കട്ടെ. അടിപൊളിയല്ലേ? അതെ. ഓക്കെ. അന്നേരം ചേച്ചി, അന്നേരം താണ്ടെ നമ്മളിവിടെ വീണ്ടും വന്നതാണ്. താണ്ടെ 10 വെറൈറ്റിയാണ് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഹാപ്പിയാണേ? ഇനി ഇത് കായ്പ്പിക്കുന്ന സമയത്ത് ഇത് അഴിച്ച് വിട്ട് നമ്മൾ അതിനകത്ത് എത്രണ്ണം പിടിച്ചെന്നുള്ള റിവ്യൂ വരെ നമ്മളിടും. ഓക്കെ. നമ്മളെ പേജിനകത്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. റിസൾട്ടൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. സമയം പോലെ കയറി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ താഴോട്ട് കിടപ്പുണ്ട്. കണ്ടാ വല്ലതൊക്കെ റിസൾട്ട് കായ്ച്ചേക്കുന്ന? ആണാ? പിള്ളേരൊക്കെ എവിടാ? ദുബൈയിലാന്നാ? ഓക്കെ. എല്ലാവരും തിരക്കിന്നൊക്കെ പറഞ്ഞാല് അവരൊക്കെ വീഡിയോ കാണുന്നുണ്ട് ചിലപ്പോൾ. ഓക്കെ. അണ്ണൻ്റെ വീട്ടിൽ ചെയ്ത് അണ്ണൻ ഇവിടെ കൊണ്ടുവന്നതാ. ഓക്കെ. കുഴപ്പമൊന്നുമില്ല, ഇരിപ്പുണ്ടല്ലോ. ആണാ? അന്നേരം ആൻറ്റി കണ്ടുപിടിച്ചിട്ട് ഇവിടെ പറഞ്ഞു കൊടുത്തല്ലേ? അടിപൊളി. ഓക്കെ. എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാ പറ്റിയത്. അതാ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറയുന്നത് ചുമ്മാ ഒന്നുമല്ല. ഇപ്പൊ നിൽക്കുന്ന തേവലക്കരയാണ്. ആൻറ്റി അടുത്ത് നമുക്കൊന്ന് ചോദിക്കാം. ആൻറ്റി ഇത് കറക്റ്റ് സ്ഥലം എവിടാന്ന് പറഞ്ഞ ആൻറ്റി? ഇത് മൈനാപ്പള്ളി പഞ്ചായത്തിന്റെ 13-ാം വാർഡ് കോവൂരം. എന്താ പേര്? എൻ്റെ പേര് ലീലാമ്മ എന്നാണ്. ഇത് ഒരു മാവ്, വലിയ മാവില് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വിളിപ്പിച്ചതാണ്. എത്ര കൊല്ലം കൊണ്ടുള്ള മാവായത്? ഇതിനൊരു 6-7 വർഷം പ്രായം കാണും. 8 ഉള്ളൂ. കണ്ടിട്ട് ഇത്രയും പൊക്കം ഉണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്ത് കൊണ്ട് ഈ വണ്ണേ ഉള്ളൂ. അതെന്താന്ന് അറിയാൻ വയ്യ. നാട്ടുമാവല്ലേ? നാട്ടുമാവല്ല, ഒട്ടു തൈ വാങ്ങിച്ചോണ്ടോന്ന് വെച്ചതാ. പക്ഷെ കായ്ച്ചപ്പോ നാട്ടുമാങ്ങയാ കായ്ച്ചത്. അതായത് കായ്ച്ചു വന്നപ്പോ നാട്ടുമാങ്ങയാ. 6-7 കൊല്ലമായല്ലേ? 7 വർഷം കഴിഞ്ഞ് കാണും, അല്ലെ 10 വർഷം കൂട്ടിക്കും. 10 വർഷം കൂട്ടിക്കും. എന്നാലും ഇതിനകത്തുനിന്ന് മാങ്ങ കിട്ടിയായിരുന്നോ? മാങ്ങ കിട്ടി, പക്ഷെ അത് ചെറിയ നാട്ടുമാങ്ങയാണ്. നാട്ടുമാങ്ങ. നമ്മൾ അതിനകത്ത് ഒരു 10 വെറൈറ്റിയോളം ഞങ്ങൾ ഇതിനകത്ത് വേറെ വെച്ച് കേട്ടെ. വെച്ചോളൂ. അതിനായിട്ടാണല്ലോ വിളിപ്പിച്ചത്. അതെ. സന്തോഷം. വിളിച്ചത് സന്തോഷം. ഇനി ഇത് മാങ്ങ പിടിക്കുമ്പോഴും കിളിച്ചു വരുമ്പോഴും ഒക്കെ നിങ്ങൾ വരണം, എന്നാലേ ഞങ്ങൾക്ക് ഇത് സക്സസ് ആണെന്ന് പറയാൻ പറ്റും. ഒരുപാട് പോയി ചെയ്തു. ഇത് കണ്ട് ഒരുപാട് പേര് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വർക്ക് കിട്ടും. ഓക്കെ. സന്തോഷം. ഓക്കെ. നമസ്കാരമുണ്ട്. നമസ്കാരം. പിന്നെ നമ്മളിപ്പോൾ എവിടെ വന്നേക്കുന്നത്? കരുനാഗപ്പള്ളി, കോഴിക്കോട്. അത് ഇതല്ലേ കരുനാഗപ്പള്ളി, കോഴിക്കോട്? ശരിക്കും ജില്ലയിലൊരു കോഴിക്കോടുണ്ട്. കോഴിക്കോടാണ് ഇത്. അതാണ് ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതാണ് കോഴിക്കോട്. അന്നേരം നമ്മളിവിടെ വന്നേ. മോൻ്റെ പേരെന്തുവാ? ഇയാളുടെ പേര് ഐസാൻ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ഷെഫീഖ്. എന്ത് ചെയ്യുന്നു? ഞാൻ സൗദിയിലാണ്. ഇപ്പം ലീവിന് വന്നാ? അതെ. അന്നേരം താണ്ട് ഇവിടെ ഒരു മരം അല്ലേ? മരത്തിനകത്ത് ഒരു 10-12 വെറൈറ്റി വെക്കാൻ വേണ്ടി വന്നാ? തീർച്ചയായിട്ടും. 10 വർഷമായിട്ട് ഒരു കായ്പില്ലാതെ നിൽക്കുന്നത് മാവാണ്. 10 വർഷമായിട്ട് കായൊന്നും ഇല്ലാതെ നിൽക്കുന്ന മാവാണ്. ഓക്കെ. അതിനെ നമുക്കൊന്ന് കായ്പ്പിക്കണ്ടേ? തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ വിളിച്ചത്. അതുകൊണ്ടാണ് ജിതേഷ് അണ്ണനെ അവിടെ
കുമാർ നഴ്സറി വന്ന് ഞങ്ങൾ ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വരുത്തിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് 5-6 വീട്ടിൽ ഇതുവരെ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം താണ്ടെ അവസാനം താണ്ടെ വൈകുന്നേരമായി ഇവിടെ എത്തിയപ്പോൾ. 10 മണിക്ക് എത്താമെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ വൈകിട്ട് കറക്റ്റ് 6:15 ആയപ്പോഴാണ് വീട്ടിലെത്തുന്നത്. അതാണ് കാര്യം. അച്ഛൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് മാത്രമല്ല നേരെ അവിടെ ചെന്നപ്പോഴത്തേക്ക് വേറൊന്നും ഇങ്ങനെ കറങ്ങി മൊത്തം ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴേ ഈ സമയമായി പോയി. ഓക്കെ അന്നേരം കാണാം. തുടങ്ങട്ടെ. അടിപൊളി. അതിനെ താണ്ട് ഇതാണ് മരം കേട്ടോ. നല്ല സൈസ് മരമാണ്. അതിനെ നമ്മൾ കട്ട് ചെയ്ത് 10 കൊല്ലമായില്ലേ? 10 കൊല്ലമായി. ഇതുവരെ വഴിയൊന്നും നടന്നിട്ടില്ല. മോതിരവളയം വല്ലതും ഇട്ട് നോക്കിയായിരുന്നു? ഇല്ല. ഓക്കെ. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞേ? ഞങ്ങളിപ്പോൾ ക്ലാപ്പന എന്ന് പറയുന്നത്. ഏതാ ജില്ല? കൊല്ലം ജില്ലയിലെ ഒച്ചറ അടുത്തുള്ള സ്ഥലമാണ്. എവിടെ സാറേ? എടയനാമ്പലത്തിന് തെക്ക് വശം. എന്തോ സാറേ ഇവിടെ പരിപാടി? വെള്ളത്തിലൊക്കെ നിൽക്കുന്നു പറഞ്ഞോ, കേട്ട്. ഇവിടെ ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇവിടെ ഒരു മാവ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വിളിച്ചെടുക്കുകയാണ്. അടിപൊളി. അതിനകത്ത് ഒരു 5-6 വെറൈറ്റി നമ്മളങ്ങ് ചെയ്യട്ടെ. അടിപൊളി. നടക്കട്ടെ. പേരെന്തായിരുന്നു? എൻ്റെ പേര് തൽസത്ത്. ഷഫീഖ്. ഓക്കെ സാറേ, എന്നാൽ ഞങ്ങൾ ചെയ്യട്ടെ. ഓക്കെ. പേരെന്തായിരുന്നു ചേട്ടാ? എൻ്റെ പേര് രാജു. എവിടെ സ്ഥലം? എവിടെ? തേവലക്കരയിലാണേ. അന്നേരം സാറ് എന്ത് ചെയ്യുന്നു? ഗൾഫിൽ നിന്ന് വന്ന്. അന്നേരം താൻ്റെ ബാക്കിൽ 2 ശിഖരത്തിനകത്തും കൂടെ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട് സാറേ? 9. അതായത് ഒരെണ്ണത്തിനകത്ത് 5. ഈ വലിയ ശിഖരത്തിനകത്ത് 5ഉം ഇതിനകത്ത് 4. അന്നേരം 9 ചെയ്തിട്ടുണ്ട്. അന്നേരം ഇനി 10-20 ദിവസം കഴിയുമ്പോഴത്തേക്കും വളം കൊടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന്, ഫംഗിസൈഡ് പറഞ്ഞു തന്ന്. ഓക്കെ ആണേ? ഹാപ്പിയാണേ? കാണാം. നമസ്കാരം ചേട്ടാ, പേരെന്തുവാ? നമസ്കാരം. അൻസാരി. സാറേ ഇത് സ്ഥലം എവിടെ കറക്റ്റ്? ഇത് പിന്നെ ആലപ്പുഴ ജില്ലയുടെ എൻഡാണ്. വള്ളിക്കുന്നം. അന്നേരം താണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നതാണ് ഒരു മരം മുറിച്ചിട്ട് അതിനകത്ത് താണ്ട് 3 ശിഖരമായിരുന്നു. 3 ശിഖരത്തിനകത്ത് ചെയ്തിട്ടുണ്ട് അല്ലേ? അന്നേരം എത്ര എണ്ണം ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ മൊത്തം? 11 വെറൈറ്റി അല്ല, ചേട്ടൻ വെച്ചത് ഉൾപ്പെടെ അല്ലേ? ഇവിടെ ചേട്ടൻ പോയി കുറച്ച് സൈമോൺ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ചേട്ടൻ ഇഷ്ടമുള്ള കുറച്ച് മാവ് ഏതൊക്കെ വെറൈറ്റിയാണ് കൊണ്ടുവന്നത് അറിയാമോ? അതിനകത്ത് 3 വെറൈറ്റി പുറത്തുനിന്ന് വന്ന സാധനങ്ങളാണ്. ഒരെണ്ണം നമ്മുടെ നാടൻ കിളിച്ചുണ്ടൻ, പിന്നെ വേറെണ്ണം ഉണ്ട് ആപ്പീസ് മാങ്ങ എന്ന് പറഞ്ഞ ഒരു മാങ്ങയുണ്ട്. അത് മാത്രമാണ് ഞാൻ വെച്ചത്. നിങ്ങളത് 3 സൈനുണ്ട്. അതിന് ഇത്രയും കൂടെ ഒരു മിക്സ്ചർ കോമ്പിനേഷൻ അല്ലേ? അന്നേരം പിടിക്കും, കുറേ പിടിക്കും. ഒരു 30 മുതൽ 70% അതിനകത്ത് പിടിക്കും. പിന്നെ എല്ലാം മേളിയിരിക്കുക അല്ലേ? അന്നേരം നമുക്ക് നോക്കാം. ഓക്കെ, ഹാപ്പിയാണേ? താങ്ക് യു. ഓക്കെയാണ് ചേട്ടാ. നമസ്കാരം ചേട്ടാ. എവിടെ ഷോപ്പ്? എവിടെ? ബിസ്മി മെഡിക്കൽസ് അല്ലേ? അന്നേരം താണ്ടെ ഇവിടെ വന്നേക്കുന്നതാണ്. താണ്ടെ മാവ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇന്ന് രാവിലെ ചെയ്തതാണ്. ഇന്ന് 10-ാം തീയതി അല്ലേ? 10-ാം തീയതിയാണ്. അന്നേരം അണ്ണ എത്ര വെറൈറ്റി ആണ്? 8 വെറൈറ്റി ഒരു മാവിൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 30% മുതൽ 70% വരെ പിടുത്തം വരും. ഇല്ലെന്ന് നമ്മൾ വീണ്ടും ചെയ്തിരും. ഓക്കെ, അടിപൊളിയല്ലേ? ഓക്കെ അണ്ണാ. പേര്? മൻസൂർ അഹമ്മദ്. ഓക്കെ ഏട്ടാ, കാണാം. നമസ്കാരം ചേട്ടാ. പേരെന്ന് പറഞ്ഞേ? ബാബു. ഇവിടെ കരുനാപ്പള്ളി എല്ലാം നമ്മുടെ സ്ഥലമാണ്. അന്നേരം സുഹൃത്തുക്കളെ താണ്ടെ കുറച്ച് കൂടുതൽ പരിപാടി ഉണ്ടായിരുന്നു ചേട്ടാ. വലിയ മരം, അതിനകത്ത് തന്നെ 3 ശിഖരത്തിൽ നമുക്ക് 9ഓളം കമ്പ് വെച്ച് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ 9ഓളം വെറൈറ്റികളായിട്ടാ വെച്ച് കൊടുക്കാനുള്ളത്. അതേപോലെ ഒന്നും ദേഹത്ത് വീണിൽ എന്തായാലും രക്ഷപ്പെട്ട് ക്യാമറമാനെ കുറച്ചും കൂടെ നീക്കി നിരുന്നത് നല്ലതായിരുന്നു കേട്ടാ. അപ്പോൾ പണി കിട്ടിയാണ്. അന്നേരം സുഹൃത്തുക്കളെ താണ്ടെ നമ്മൾ മാവ് മാത്രമല്ല കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ കൊടംപുളിയാണ്. കൊടംപുളി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ അന്നേരം താണ്ടെ കൊടംപുളി മരം ഏതാണ്ട് 8-10 കൊല്ലം. ഇത് നമ്മൾ ചേട്ടനടുത്ത് ചോദിക്കാം. ചേട്ടാ ഇവിടെ കരുനാപ്പള്ളി ആദിനാട് എല്ലാം നമ്മുടെ സ്ഥലമാണ്. കരുനാപ്പള്ളി ആദിനാട് എന്ന് പറയുന്ന സ്ഥലത്തല്ലേ നമ്മൾ നിൽക്കുന്നത്? അന്നേരം താണ്ടെ നമ്മളിപ്പോൾ ഇവിടെ വന്നതാണ്. എത്ര കൊല്ലം പഴക്കമുള്ള കുടംപുളി അത്? ഇതൊരു 6-7 വർഷമായി. കായ്ക്കുന്നുണ്ടോ? ഇല്ല. ആണാണ് എന്നാണ് തോന്നുന്നത് അല്ലേ? എന്തായാലും ഇതിനകത്ത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്റെ വീട്ടിൽ തന്നെ വലിയ കുടംപുളി കായ്ക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കമ്പ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ വീട്ടിൽ നിന്നും 2-3 വെറൈറ്റിയുടെ കമ്പ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കുടംപുള്ളിയുടെ തന്നെ 4-5 വെറൈറ്റി നമ്മൾ ഒരെണ്ണത്തിനകത്ത് വെക്കാൻ വേണ്ടി പോവാ. ഹാപ്പിയാണോ? ഹാപ്പി. സന്തോഷം. നമ്മളിവിടെ മറ്റേ ഇതിന്റെ പേരെന്തായിരുന്നു? ഇതിന്റെ നമ്മളെ ജിമ്മിന്റെ പേര് HDX. അത് ബിൽഡിങ്ങിന്റെ പേര് പാപ്പാസ് ടവർ.
പാപ്പാസ് ചവർ കേട്ടാ, ഓണറാണ്. ചേട്ടന്റെ പേരൊന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ബാബു ചേട്ടൻ. ബാബു ചേട്ടൻ ഇന്നലെ വിളിച്ചു, ഇന്ന് വന്നു അല്ലേ ചേട്ടാ? ഹാപ്പിയാണേ? സന്തോഷമാണേ? 100%. അടിപൊളി. അന്നേരം നമുക്ക് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അന്നേരം വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ. അന്നേരം താണ്ട് നമ്മൾ 4 സെറ്റ് ചെയ്ത് താണ്ട് കൊടുത്ത് 3 പക്ഷെ 4 ഇത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വന്നു. അന്നേരം താണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സയോൺ വെച്ചിട്ടുണ്ട്. അതേപോലെ മരം താണ്ട് വലിയ മരമായിരുന്നു കേട്ടോ. അന്നേരം 2 വലിയ മരവും അതേപോലെ തന്നെ ഒരു കൊടംപുളിയും ഗ്രാഫ്റ്റ് ചെയ്ത് കൊടംപുളി താണ്ട് ഇത്രയും സൈസിലുള്ള കൊടംപുളിയായിരുന്നു കേട്ടോ. കായ്ക്കാതെ വർഷങ്ങളായിട്ട് നിന്ന് മുറ്റി വരണ്ട് നിന്നതായിരുന്നു കേട്ടോ. അന്നേരം അവനെ മൊത്തം താണ്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് ക്രോപ്പ് ചെയ്തതിന് ശേഷമായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്തതിന് ശേഷമായിട്ട് അതിനകത്താണ് മേളിലുള്ള 3, 2, 5, 2, 7 ശിഖരങ്ങളിൽ നമ്മൾ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം 2-3 വെറൈറ്റി വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് അവിടെ ചേട്ടൻ്റെ വീട്ടിൽ തന്നെ കുറച്ച് പ്ലാന്റുകൾ വലിയ പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് വലിയ മുഴുത്ത കുടപ്പുളിയുടെ കുറച്ച് കമ്പും കൂടെ എടുത്തിട്ടാണ് നമ്മളിപ്പം സെറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അതിന് ശേഷമായിട്ട് നല്ല സാഫൊക്കെ അടിച്ച് സെറ്റാക്കി നിർത്തിയതിന് ശേഷം തന്നെ നല്ല വൃത്തിയാവണ്ണം വരിഞ്ഞ് മുറുക്കി കിട്ടിയിട്ടുണ്ട്. അതിനകത്താണ് അടുത്ത മരം മുറിക്കുന്നതാണ്. അന്നേരം താണ്ട് ആ പ്ലാന്റ് കൂടെ അങ്ങ് ചെയ്തേക്കാൻ പറഞ്ഞു. അന്നേരം താണ്ട് ആ പ്ലാന്റ് കൂടെ കായ്ക്കാതെ നിന്ന പ്ലാന്റിനെ താണ്ട് ഇതേപോലെ നോക്കി നല്ല അടിപൊളി ഫിനിഷിങ് നമ്മൾ അന്തുപോയി അങ്ങ് കട്ട് ചെയ്ത് എന്നിട്ട് താണ്ട് ഇതേപോലെ താണ്ട് ഷംനാഥ് താണ്ട് അടിപൊളി. വീണ്ടും താണ്ട് ജിമ്മ് ഷംനാഥ് അയൽക്കാരൻ താണ്ട് വീണ്ടും താണ്ട് കൊച്ചു മരങ്ങൾ ശീലങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ താണ്ട് ഇതേപോലെ താണ്ട് ആ ചിരി നോക്കി നല്ല പുതിയ പ്ലാന്റുകൾ സർജറി ഡോക്ടർ അതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം താണ്ട് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ താണ്ട് അതിനകത്തും കുറച്ച് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. കുടംപുളി താണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത കുടംപുളി സെറ്റ് ചെയ്യുകയാണെ സ്റ്റോൺ ഗ്രാഫ്റ്റ് മെത്തേഡാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തത്. അന്നേരം അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ദൂരേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ വന്ന് ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. 7 നേഴ്സറികളുണ്ട്. അന്നേരം ആർക്കെങ്കിലും അതേപോലെ എന്താ പറയുക നമ്മളൊരു സുഹൃത്തിൻ്റെ നമ്പറിനകത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തന്നിരിക്കും. ഓക്കെ. അന്നേരം താണ്ടെ ഇതേപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് കുടംപുളി കായ്ക്കാതെ വർഷങ്ങളായിട്ട് നിന്നിട്ട് ഒരുപാട് വലിയ മരങ്ങളൊക്കെ ആക്കി കട്ട് ചെയ്ത് തരേണ്ടി വരും. ഓരോ മരങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ചങ്ക പൊടിഞ്ഞു പോകും കേട്ടോ. അത്രയും സൈസിലുള്ള വലിയ മരങ്ങളൊക്കെ കായ്ക്കാതെ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ വിഷമമാണ്. എന്നാലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ 5-6 വെറൈറ്റിയൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ പിടിച്ച് കഴിയുമ്പം റിസൾട്ടൊക്കെ ഒരുപാട് നമ്മളെ പേജിലിട്ടിട്ടുണ്ട്. അന്നേരം അതാണ്ടേ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത വർക്കാണ്. എന്താണ്ട് കുടംപുളി കായ്ക്കാതെ നിൽക്കുന്ന കുടംപുളി ആയിരുന്നു. അതിനകത്ത് കായ്ച്ചു നിന്നതിൻ്റെ മണ്ട എടുത്തുകൊണ്ട് വന്ന് നമ്മൾ താണ്ട് ഇപ്പം പ്ലാന്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിന് ശേഷം അടുത്ത പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതൊരു ഇച്ചിരി വലിയ പ്ലാന്റ് തന്നെ ആയിരുന്നു. അന്നേരം ഇന്നത്തെ ദിവസം ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏകദേശം കായംകുളം സൈഡിലായിരുന്നു കേട്ടോ. കായംകുളം സൈഡിലാണ് നമ്മളിപ്പോൾ ഇത് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം താണ്ട് ഇതേപോലെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ വീട്ടിലോട്ടൊക്കെ പോവാം. ഓക്കെ. അന്നേരം താണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടിങ്ങ് വായോ താണ്ട് അടിപൊളിയായിട്ട് താണ്ട് നമ്മളിവിടെ ഇതേപോലെ സഹായിച്ചു കൊടുക്കുന്നതാണ്. താണ്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് അടുത്തടുത്ത കമ്പുകളിൽ വെക്കുവാണ്. അന്നേരം 7 കമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് അതിന് താഴോട്ടുള്ള ഒരു സാധനവും ഇനി കിളിക്കാനായിട്ട് എടുത്ത് അത് നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുടെയും കൂടെ ഇത് പറയുവാണ്. താഴെ നിന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് താഴെ നിന്നൊക്കെ ശിഖരങ്ങൾ പൊട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് ശിഖരങ്ങൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടുന്നതൊക്കെ അവിടെ വെച്ച് തന്നെ താഴെ വെച്ച് കട്ട് ചെയ്ത് കളയേണ്ടത് അനിവാര്യം തന്നെയാണ് കേട്ടോ. അന്നേരം അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അന്നേരം എങ്ങനെ ഇത് കൂടെ കഴിഞ്ഞതിന് ശേഷം അടുത്ത വർക്കിലേക്ക് ഉള്ള വീഡിയോ വരുന്നുണ്ട്. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് കൂടെ താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു. ഓക്കെ. അന്നേരം താണ്ടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ. അന്നേരം താണ്ടെ ഇനി നമുക്ക് കായ്ക്കുന്നില്ലേ എന്നുള്ളൊരു പരാതി ആരും പറയരുത്. അന്നേരം താണ്ടെ 1, 2, 3, 4, 5, 6, 7 കണ്ടു കഴിഞ്ഞാൽ ഇല്ല തൃശ്ശൂലും കണക്കൊക്കെ ഇരിക്കും. പക്ഷേ കാണാൻ അല്ല നമുക്കതിന് പ്രയോജനം ഉണ്ടാവണം അല്ലേ. അന്നേരം താണ്ടെ ഫുള്ള് താഴോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ താണ്ടെ അടുത്തതെന്ന് പറഞ്ഞാൽ താണ്ടെ അടുത്ത ആ മരമാണെന്നേ അതിനെ 3 കട്ട് ചെയ്ത് 3 പ്ലാന്റിനകത്തും 3 ശീലത്തിനകത്തും കൂടെ ഏകദേശം ഒരു 12 സയോൺ വെച്ച് കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അന്നേരം ഇതേപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു. നമസ്കാരം. നമ്മളിപ്പോ എവിടാ നിൽക്കുന്നത്? ചാന്തൂര് എന്ന് പറയുന്ന സ്ഥലത്തല്ലേ? അന്നേരം ചേട്ടാ ഇവിടെ എന്തോ പരിപാടി എന്ന് പറയാം. ഇവിടെ ഒരു മാവ് വർഷങ്ങളായി നിൽക്കുവാണ്, അവന് കായ്ക്കുന്നില്ല. എത്ര കൊല്ലമായി കാണും? ഇതിപ്പോ 5-8 കൊല്ലമായി. 5-8 കൊല്ലമായി. ഇതുവരെ ഒറ്റ മാങ്ങ പോലും പിടിച്ചിട്ടുണ്ടോ? അതോ 5-6 പിടിച്ചായിരുന്നു ആദ്യം. 5-6 പിന്നെ കായ്ക്കുന്നില്ല.
ഓക്കെ ഓക്കെ. അന്നേരം ഇപ്പം ഇനി എന്തോ പരിപാടി, നമ്മളെ പരിപാടി പറ. ഇങ്ങനെ ബഡ് ചെയ്യാം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമോ, മുറിക്കാൻ തുടങ്ങിയതായി. ആ അന്നേരം വിളിച്ചു, അന്നേരം തന്നെ വന്നു അല്ലേ? ഇത് കറക്റ്റ് കൊട്ടാരക്കര ഭാഗമല്ലേ? നീലേശ്വരം, ചാന്തൂര്. ഇവിടെ അമ്പലം ഉണ്ടല്ലോ, അന്നൂർ പാട്ടുപുരയ്ക്ക് ദേവസ്വത്തിന് അടുത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടൻ്റെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് ഉണ്ണികൃഷ്ണപിള്ള, അന്നൂർ പാട്ടുപുരയ്ക്ക് ദേവസ്വത്തിന് സെക്രട്ടറി. അടിപൊളി അടിപൊളി അടിപൊളി. അന്നേരം ചേട്ടാ, അന്നേരം നമ്മളെ വീഡിയോ കണ്ടായിരുന്നു. കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. ഇതിപ്പോൾ അതിൻ്റെ മണ്ട തലപ്പിന് എന്തോ പറ്റിയത്? എന്തോ ഉണക്കം വരണോ? കടിച്ചാന്ന് എന്തോ അടിച്ചാന്ന് അറിയത്തില്ല സംഭവം. അത് കട്ട് ചെയ്താലേ അത്രയും പൊക്കത്തിലായോണ്ട് അറിയാം, ഉണങ്ങി വരുന്നല്ലേ. അന്നേരം നമുക്കിപ്പം ചെയ്യാമെന്ന് പറഞ്ഞാൽ പകുതി വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിനകത്ത് നമുക്കൊരു 5 വെറൈറ്റി അങ്ങ് വെക്കാം. ഓക്കെ അല്ലേ? കായ്ക്കുന്ന മണ്ട കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് വെക്കുവോ? ഓക്കെ ആണേ? എന്തായാലും കായ്പിച്ചെന്നാ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് റെഡിയാക്കാം. ഓക്കെ ഓക്കെ, സന്തോഷത്തോടെ. ഓക്കെ ആണ്. ഓക്കെ. നമസ്കാരം ചേട്ടാ, പേരെന്ന് പറഞ്ഞ്? ബാബു. ബാബു. ഇവിടെ കരുനാപ്പള്ളി ആദിനാട് എല്ലാം നമ്മുടെ സ്ഥലമാണ്. അന്നേരം സുഹൃത്തുക്കളെ, താണ്ടെ കുറച്ച് കൂടുതൽ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. വലിയ മരം, അതിനകത്ത് തന്നെ 3 ശിഖരത്തിൽ നമുക്ക് 9ഓളം കമ്പ് വെച്ച് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ 9ഓളം വെറൈറ്റികളായിട്ടാണ് വെച്ച് കൊടുക്കാനുള്ളത്. അതേപോലെ ഒന്നും ദേഹത്ത് വീണിൽ എന്തായാലും രക്ഷപ്പെട്ട്. ക്യാമറമാനെ കുറച്ചും കൂടെ നീക്കി നിരുന്നത് നല്ലതായിരുന്നു കേട്ടാ. അപ്പോൾ പണി കിട്ടിയാണേ. അന്നേരം സുഹൃത്തുക്കളെ, താണ്ട് നമ്മൾ മാവ് മാത്രമല്ല കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ കൊടംപുളിയാണ്. കൊടംപുളി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ അതിന് താണ്ടെ കൊടംപുളി മരം ഏതാണ്ട് 8-10 കൊല്ലം. ഇത് നമ്മൾ ചേട്ടനടുത്ത് ചോദിക്കാം. ചേട്ടോ ഇവിടെ കരുനാപ്പള്ളി ആദിനാട് എല്ലാം നമ്മുടെ സ്ഥലമാണ്. കരുനാപ്പള്ളി ആദിനാട് എന്ന് പറയുന്ന സ്ഥലത്തല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അന്നേരം താണ്ടെ നമ്മളിപ്പോൾ ഇവിടെ വന്നതാണ്. എത്ര കൊല്ലം പഴക്കമുള്ള കുടംപുളി അത്? ഇതൊരു 6-7 വർഷമായി. കായ്ക്കുന്നുണ്ടോ? ഇല്ല. ആണാണ് എന്നാണ് തോന്നുന്നത് അല്ലേ? എന്തായാലും ഇതിനകത്ത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന മണ്ട ചേട്ടൻ്റെ വീട്ടിൽ തന്നെ വലിയ കുടംപുളി കായ്ക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ വീട്ടിൽ നിന്നും 2-3 വെറൈറ്റിയുടെ കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുടംപുള്ളിയുടെ തന്നെ 3-4 വെറൈറ്റി നമ്മൾ ഒരെണ്ണത്തിനകത്ത് വെക്കാൻ വേണ്ടി പോവാം. വെച്ചോളൂ. ഹാപ്പിയാണോ? ഹാപ്പി. സന്തോഷം. നമ്മളിവിടെ മറ്റേ ഇതിൻ്റെ പേരെന്ത് വരുന്നത്? ഇതിൻ്റെ നമ്മളെ ജിമ്മിൻ്റെ പേര് HDX. അത് ബിൽഡിങ്ങിൻ്റെ പേര് പാപ്പാസ് ടവർ കേട്ടാ. ഓണറാണ്. ചേട്ടന്റെ പേരൊന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ബാബു ചേട്ടൻ. ബാബു ചേട്ടൻ ഇന്നലെ വിളിച്ചു, ഇന്ന് വന്നു അല്ലേ ചേട്ടാ? ഹാപ്പിയാണേ? സന്തോഷമാണേ? 100%. അടിപൊളി. അന്നേരം നമുക്ക് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അന്നേരം വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ. അന്നേരം താണ്ട് നമ്മൾ 4 സെറ്റ് ചെയ്ത് താണ്ട് കൊടുത്ത് 3ആയിരുന്നു. പക്ഷേ 4 ഇത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വന്നു. അന്നേരം താണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സൈൺ വെച്ചിട്ടുണ്ട്. അതേപോലെ മരം താണ്ട് വലിയ മരമായിരുന്നു കേട്ടോ. അന്നേരം 2 വലിയ മരവും അതേപോലെ തന്നെ ഒരു കുടംപുളിയും ഗ്രാഫ്റ്റ് ചെയ്ത് കുടംപുളി താണ്ട് ഇത്രയും സൈസിലുള്ള കുടംപുളിയായിരുന്നു കേട്ടോ. കായ്ക്കാതെ വർഷങ്ങളായിട്ട് നിന്ന് മുറ്റി വരണ്ട് നിന്നതായിരുന്നു കേട്ടോ. അന്നേരം അവനെ മൊത്തം താണ്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് ക്രോപ്പ് ചെയ്തതിന് ശേഷമായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്തതിന് ശേഷമായിട്ട് അതിനകത്താണ് മേളിലുള്ള 3, 2, 5, 2, 7 ശിഖരങ്ങളിൽ നമ്മൾ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം 2-3 വെറൈറ്റി വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് അവിടെ ചേട്ടൻ്റെ വീട്ടിൽ തന്നെ കുറച്ച് പ്ലാന്റുകൾ വലിയ പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് വലിയ മുഴുത്ത കുടംപുളിയുടെ കുറച്ച് കമ്പും കൂടെ എടുത്തിട്ടാണ് നമ്മളിപ്പം സെറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അതിന് ശേഷമായിട്ട് നല്ല സാഫൊക്കെ അടിച്ച് സെറ്റാക്കി നിർത്തിയതിന് ശേഷം തന്നെ നല്ല വൃത്തിയാവണ്ണം വരിഞ്ഞ് മുറുക്കി കിട്ടിയിട്ടുണ്ട്. അന്നേരം തന്നെ അടുത്ത മരം മുറിക്കുന്നതാണ്. അന്നേരം താണ്ട് ആ പ്ലാന്റ് കൂടെ അങ്ങ് ചെയ്തേക്കാൻ പറഞ്ഞു. അന്നേരം താണ്ട് ആ പ്ലാന്റ് കൂടെ കായ്ക്കാതെ നിന്ന പ്ലാന്റിനെ താണ്ട് ഇതേപോലെ നോക്കി നല്ല അടിപൊളി ഫിനിഷിങ് നമ്മൾ അന്തുപോയി അങ്ങ് കട്ട് ചെയ്ത് എന്നിട്ട് താണ്ട് ഇതേപോലെ താണ്ട് ഷംനാഥ് താണ്ട് അടിപൊളി. വീണ്ടും താണ്ട് ജിമ്മ് ഷംനാഥ് അയൽക്കാരൻ താണ്ട് വീണ്ടും താണ്ട് കൊച്ചു മരങ്ങൾ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ താണ്ട് ഇതേപോലെ താണ്ട് ആ ചിരി നോക്കി നല്ല പുതിയ പ്ലാന്റുകൾ സർജറി ഡോക്ടർ അതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം താണ്ട് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ താണ്ട് അതിനകത്തും കുറച്ച് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. കുടംപുളി താണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത കുടംപുളി സെറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോൺ ഗ്രാഫ്റ്റ് മെത്തേഡാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തത്. അന്നേരം അതേപോലെ തന്നെ നമുക്കും വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ദൂരേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ വന്ന് ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. 7 നേഴ്സറികളുണ്ട്. അന്നേരം ആർക്കെങ്കിലും അതേപോലെ എന്താ പറയുക, നമ്മളൊരു സുഹൃത്തിൻ്റെ നമ്പറിനകത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തന്നിരിക്കും. ഓക്കെ. അന്നേരം താണ്ടെ ഇതേപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് കുടംപുളി കായ്ക്കാതെ വർഷങ്ങളായിട്ട് നിന്നിട്ട് ഒരുപാട് വലിയ മരങ്ങളൊക്കെ ആക്കി കട്ട് ചെയ്ത് തരേണ്ടി വരും. ഓരോ മരങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ചങ്ക പൊടിഞ്ഞു പോകും കേട്ടോ. അത്രയും സൈസിലുള്ള വലിയ മരങ്ങളൊക്കെ കായ്ക്കാതെ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ വിഷമമാണ്. എന്നാലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ 5-6 വെറൈറ്റിയൊക്കെ വെച്ച് പിടിച്ച് കഴിയുമ്പം റിസൾട്ടൊക്കെ ഒരുപാട് നമ്മളെ പേജിലിട്ടിട്ടുണ്ട്. അന്നേരം അതാണ്ടേ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത വർക്കാണ്. എന്താണ്ട് കുടംപുളി കായ്ക്കാതെ നിൽക്കുന്ന കുടംപുളി ആയിരുന്നു. അതിനകത്ത് കായ്ച്ച് നിന്നതിൻ്റെ മണ്ട എടുത്തുകൊണ്ടുവന്ന് നമ്മൾ താണ്ടെ ഇപ്പം പ്ലാന്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
ഇതിന് ശേഷം അടുത്ത പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതൊരു ഇച്ചിരി വലിയ പ്ലാന്റ് തന്നെ ആയിരുന്നു. അന്നേരം ഇന്നത്തെ ദിവസം ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏകദേശം കായംകുളം സൈഡിലായിരുന്നു കേട്ടോ. കായംകുളം സൈഡിലാണ് നമ്മളിപ്പോൾ ഇത് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം താണ്ട് ഇതേപോലെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ വീട്ടിലോട്ട് അങ്ങ് പോവാം. ഓക്കെ, അന്നേരം താണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടിങ്ങി വായോ താണ്ട് അടിപൊളിയായിട്ട് താണ്ട് നമ്മളിവിടെ ഇതേപോലെ സഹായിച്ചു കൊടുക്കുന്നതാണ്. ഇന്ന് താണ്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് അടുത്തടുത്ത കമ്പുകളിൽ വെക്കുവാണ്. അന്നേരം 7 കമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് അതിന് താഴോട്ടുള്ള ഒരു സാധനവും ഇനി കിളിക്കാനായിട്ട് എടുത്ത് അത് നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുടെയും കൂടെ ഇത് പറയുവാണ്. താഴെ നിന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് താഴെ നിന്നൊക്കെ ശിഖരങ്ങൾ പൊട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് ശിഖരങ്ങൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടുന്നതൊക്കെ അവിടെ വെച്ച് തന്നെ താഴെ വെച്ച് കട്ട് ചെയ്ത് കളയേണ്ടത് അനിവാര്യം തന്നെയാണ് കേട്ടോ. അന്നേരം അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അന്നേരം എങ്ങനെ ഇത് കൂടെ കഴിഞ്ഞതിന് ശേഷം അടുത്ത വർക്കിലേക്ക് ഉള്ള വീഡിയോ വരുന്നുണ്ട്. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടെ താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു. ഓക്കെ, അന്നേരം താണ്ടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ. അന്നേരം താണ്ടെ ഇനി നമുക്ക് കായ്ക്കുന്നില്ലേ എന്നുള്ളൊരു പരാതി ആരും പറയരുത്. അന്നേരം താണ്ടെ 1 2 3 4 5 6 7 കണ്ടു കഴിഞ്ഞാൽ ഇല്ല തൃശ്ശൂലം കണക്കൊക്കെ ഇരിക്കും. പക്ഷേ കാണാൻ അല്ല, നമുക്കതിന് പ്രയോജനം ഉണ്ടാവണം അല്ലേ. അന്നേരം താണ്ടെ ഫുള്ള് താഴോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ താണ്ടെ അടുത്ത ആ മരമാണെന്നേ അതിനെ 3 കട്ട് ചെയ്ത് 3 പ്ലാന്റിനകത്തും 3 ശീലത്തിനകത്തും കൂടെ ഏകദേശം ഒരു 12 സയോൺ വെച്ച് കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അന്നേരം ഇതേയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു. അന്നേരം നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് പറഞ്ഞു വേണ്ട. ഇത് ചൂനാട് കാപ്പിൽ ചൂനാട് കാപ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത്. അണ്ണൻ്റെ പേരെന്തോന്ന് പറഞ്ഞാ? എൻ്റെ പേര് ഹരികുമാർ. നമ്മളിവിടെ എന്തോ പരിപാടിക്ക് വന്നതാണല്ലോ. അതെ, നമ്മളെ ഒരു മാവ് എന്ന് പറയുന്നത് അത് നമുക്ക് അതിന്റെ ഫലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പുഴുവായിട്ടായിരുന്നു അത് പോകുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചെന്ന നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടു, ഒത്തിരി വീഡിയോസ് നമ്മൾ കണ്ടു ഫേസ്ബുക്കിൽ. പ്രയോജനപ്പെടുന്നോണ്ടാണ് അത് കണ്ടുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ വിളിച്ചത്. വൈഫിന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്തായാലും ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിന്റെ ഇതനുസരിച്ച് റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വേറെയും ഉണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട കറക്റ്റായിട്ട് വെള്ളം കൊടുക്കണം. അതേപോലെ തന്നെ ഇത് ഇളക്കി വിട്ടിട്ട് മരുന്ന് കൊടുക്കണം. കാര്യങ്ങളെല്ലാം ഇടയ്ക്ക് ഒന്ന് വിളിക്കണം. 10-22 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് വിളിക്കണം. പിന്നെ ഇനി എന്താ ഫ്യൂച്ചറിലും തീർച്ചയായിട്ടും നമ്മൾ ഇത് സക്സസ് ആവണേ എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള സർജറി നമ്മൾ കഴിഞ്ഞു. അതാ ഇനി നമ്മൾ ചെയ്യാവുന്നതെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന. പുറത്താണോ? അതെ, ഞാൻ കുവൈത്തിലാണ്. കുവൈത്തില് ഒരു എന്താ പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് അതിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അടിപൊളി. പേരൊന്നും പറഞ്ഞാൽ? ഹരികുമാർ. സ്ഥലം വന്നിട്ട് ഓച്ചിറ പറഞ്ഞാൽ മതി. ഓച്ചിറ ചൂനാട് റോഡ് സൈഡിൽ. കാണണം തീർച്ചയായിട്ടും. അടിപൊളി. ഓക്കെ അണ്ണാ, കാണണം. ശരി, തീർച്ചയായിട്ടും. കായ്ച്ചോണ്ടിരിക്കുന്ന മണ്ട ചേട്ടന്റെ വീട്ടിൽ തന്നെ വലിയ കുടംപുളി കായ്ക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കമ്പ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ വീട്ടിൽ നിന്നും 2-3 വെറൈറ്റിയുടെ കമ്പ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കുടംപുളിയുടെ തന്നെ 3-4 വെറൈറ്റി നമ്മൾ ഒരെണ്ണത്തിനകത്ത് വെക്കാൻ വേണ്ടി പോവാ. ഹാപ്പിയാണോ? സന്തോഷം. നമ്മളിവിടെ മറ്റേ ഇതിന്റെ പേരെന്തായിരുന്നു? ഇതിന്റെ നമ്മളെ ജിമ്മിന്റെ പേര് HDX. ബിൽഡിങ്ങിന്റെ പേര് പാപ്പാസ് ടവർ കേട്ടാ. ഓണറാണ്. ചേട്ടന്റെ പേരൊന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ബാബു ചേട്ടൻ. ബാബു ചേട്ടൻ ഇന്നലെ വിളിച്ചു, ഇന്ന് വന്നു അല്ലേ ചേട്ടാ? ഹാപ്പിയാണേ? സന്തോഷമാണേ? 100%. അടിപൊളി. അതാണ് നമുക്ക് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതിനെ വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ, അതിന് സുഹൃത്തുക്കൾ താണ്ട് നമ്മൾ മാവ് മാത്രമല്ല കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടംപുളിയാണ്. കുടംപുളി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിന് താണ്ട് കുടംപുളി മരം ഏതാണ്ട് 8-10 കൊല്ലം. ഇത് നമ്മൾ ചേട്ടനടുത്ത് ചോദിക്കാം. ചേട്ടോ നമസ്കാരം. ചേട്ടാ പേരെന്ന് പറഞ്ഞ്? ബാബു. ഇവിടെ കരുനാഗപ്പള്ളി ആദിനാട് എല്ലാം നമ്മുടെ സ്ഥലമാണ്. കരുനാഗപ്പള്ളി ആദിനാട് എന്ന് പറയുന്ന സ്ഥലത്തല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അന്നേരം താണ്ടെ നമ്മളിപ്പോൾ ഇവിടെ വന്നതാണ്. എത്ര കൊല്ലം പഴക്കമുള്ള കുടംപുളി അത്? ഇതൊരു 6-7 വർഷമായി. കായ്ക്കുന്നുണ്ടോ? ഇല്ല. ആണാണ് എന്നാണ് തോന്നുന്നത് അല്ലേ? എന്തായാലും ഇതിനകത്ത് കായ്ക്കാൻ